റേഡിയോ ലിയമ്മിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. വിശേഷങ്ങളുമായി കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. ഇത് ഡിസംബർ മാസമാണല്ലേ. മേപ്പിൾ മരങ്ങളിൽ മഞ്ഞുതുള്ളികൾ ചേക്കേറാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതിയുടെ മുക്കിലും മൂലയിൽ നിന്നും ആരൊക്കെയോ വിളിച്ചു പറയുന്നു ഡിസംബർ ആയെന്ന്. നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് നല്ല സുഖമുള്ളൊരു കുളിരാണ് പുലർക്കാലങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഇവിടെയാണെങ്കിൽ എപ്പോഴും കുളിരോട് കുളിരാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് ഡിസംബർ. ശിശിരത്തിലെ കൊഴിയാൻ നിൽക്കുന്ന അവസാനയില്ല. ഡിസംബർ കടന്നു പോകുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ ആടിത്തിമിർത്ത ഒരു വർഷം ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ വേദന ഉണ്ടെങ്കിലും ഒരുപാട് ആഹ്ലാദം തരുന്ന മാസമാണ് ഡിസംബർ. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആഘോഷങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ പ്രതിജ്ഞകളും എടുക്കുന്ന സമയം. ഡിസംബർ പൊതുവെ എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന നാളുകളാണ്. ഡിസംബർ എത്തുന്നതും കടന്നു പോകുന്നതും കുറച്ച് നല്ല മഞ്ഞുകാല ഓർമ്മകളുമായിട്ടാണ്. ശൈത്യകാലത്ത് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സൂര്യനെ കാണാനേ കിട്ടാറില്ല. മിക്കപ്പോഴും ഒരു ഇരുട്ടുമൂടിയ അവസ്ഥയാണ് അല്ലേ. തണുപ്പ് സഹിക്കാൻ പറ്റാതെ കൊണ്ട് പലർക്കും അത്ര കണ്ട് ഇഷ്ടമില്ലാത്തൊരു കാലമാണ് മഞ്ഞുകാലം. പക്ഷേ മഞ്ഞു പൊഴിയുന്നത് കാണാനും മഞ്ഞിൽ കളിക്കാനും നല്ല ഇഷ്ടമാണ്. കുളിരില്ലാതെ മഞ്ഞ് പെയ്തൂടെ എന്നാണ് പലരുടെയും ചിന്ത, എൻ്റെയും. കാരണം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഓരോ ഋതുവും ഏറ്റവും പൂർണ്ണതയോടുകൂടി നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ മഞ്ഞുകാലം വന്നു പോകുന്നത് നമ്മൾ അറിയുക പോലുമില്ല, ശരിയല്ലേ? പക്ഷേ വേനലും മഴയും നമ്മളെ അറിയിച്ചിട്ടേ അവർ പോകും. നമുക്കിവിടെ പ്രകൃതി തരുന്ന വ്യത്യസ്ത സൗന്ദര്യത്തിൻ്റെ മുഖങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും നമ്മളത് ആസ്വദിക്കുക. ഗ്രീഷ്മത്തിൽ നിന്നും ശരത്കാലത്തിലേക്കുള്ള പ്രകൃതിയുടെ മാറ്റം വളരെ മനോഹരമാണ്. ചുറ്റിലുമുള്ള മരങ്ങളുടെ ഇലകളെല്ലാം പച്ചയിൽ നിന്നും മഞ്ഞയും ചുമപ്പും ഓറഞ്ചുമായി മാറുന്ന കാഴ്ച വസന്തകാലം പോലെ മനോഹരമാണ്. സൂര്യപ്രകാശം കിട്ടാതെ ആകുമ്പോൾ മുതലാണ് ഇവയുടെ നിറങ്ങൾ മാറാൻ തുടങ്ങുന്നത്. ഓക്കുമരങ്ങളും ക്ലോപ്പറുമൊക്കെ ഒരു പൂക്കാലം കയ്യിലേന്തിയ പോലെ വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എങ്ങനെ ഈ ഋതുവിനെ പ്രണയിക്കാതിരിക്കും? ഇവയെ ഒന്ന് പുണർന്നു പോകാൻ സൂര്യകിരണങ്ങൾ എത്ര കൊതിക്കുന്നുണ്ടാകും. കുറച്ചു കഴിയുമ്പോൾ ഈ മനോഹരമായ ഇലകളൊക്കെ കൂട്ടത്തോടെ കൊഴിയാൻ തുടങ്ങും. മൃദുലമായ പുൽനാമ്പിലേക്ക് കാറ്റിലും മഴയിലും അടർന്നു വീഴുന്ന ഇലകൾ മനോഹരമായ പരവതാനി പോലെ കിടക്കും. ചില്ലകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും മണ്ണിൽ വീണ് കിടക്കുമ്പോഴും നമ്മുടെ കാഴ്ചയ്ക്ക് തരുന്ന മനോഹാരിത വ്യത്യസ്തമാണ്. അവസാന ഇലയും മണ്ണിന് സമർപ്പിച്ച് ഓരോ മരവും ധ്യാനത്തിലേക്ക് മടങ്ങും. പുതിയ തളിർപ്പിനായുള്ള പ്രാർത്ഥനയും കാത്തിരിപ്പും. മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന ഇലകളെല്ലാം അതേ വൃക്ഷത്തിന് വളമായി വേരുകളിലൂടെ അതിൻ്റെ ആത്മാവിലേക്ക് കുടിയേറി പുതിയ സുന്ദരമായ ആരോഗ്യമുള്ള ഇലകളായി പുനർജനിക്കുന്നു. ഒരേ മണ്ണിൽ വീഴുകയും അലിയുകയും തളിർക്കുകയും ചെയ്യുന്ന ജീവിതം. എത്ര വ്യത്യസ്തമാണ്, എത്ര സുന്ദരമാണ് ഭൂമിയിലെ ഓരോ ജീവിതവും. ഇലകളെല്ലാം കൊഴിച്ച് കൂട്ടത്തോടെ നിൽക്കുന്ന വൃക്ഷങ്ങളെ കാണാൻ വേറൊരു ഭംഗിയാണ്. നമ്മുടെ ഓരോ സന്തോഷത്തെയും പുഞ്ചിരിയെയും പ്രപഞ്ചം ഏറ്റുവാങ്ങുന്നുണ്ട്. തനിച്ചായ മരച്ചില്ലകളിൽ പലതിലും ഒഴിഞ്ഞ കൂടുകൾ കാണും, ശൂന്യമായ പൊത്തുകൾ കാണും. അവയൊക്കെ മറ്റു വൃക്ഷങ്ങളിലേക്ക് താൽക്കാലിക അഭയം തേടിയിട്ടുണ്ടാകും. പ്രകൃതി അതിൻ്റെ ഋതുക്കൾ മാറുന്നതനുസരിച്ച് ഓരോ ജീവിക്കുമുള്ള അഭയസ്ഥാനം കരുതിയിട്ടുണ്ടാകും. ഡിസംബറിലെ കടുത്ത മഞ്ഞിലും എല്ലാ ജീവനുകളും സുരക്ഷിതരായി ഇരിക്കേണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണ്. തനിച്ചായി നിൽക്കുന്ന മരക്കൂട്ടങ്ങളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം പൊടിയുമെങ്കിലും അവയെല്ലാം മൗനത്തിലേക്ക് ആണ്ടുനിന്ന് പുതിയ തളിർപ്പിനായി തയ്യാറെടുക്കുകയാണ്. ഈ മഞ്ഞുകാലം കഴിയുന്നതുവരെയുള്ള അവയുടെ ഒരു കാത്തിരിപ്പുണ്ട്. കൊടും മഞ്ഞ വീഴ്ചയിൽ ശോഷിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്ന മരങ്ങളെ കാണുമ്പോൾ ഇനി ഒരിക്കലും അത് മുളയ്ക്കില്ല എന്ന് നമുക്ക് തോന്നും. പ്രകൃതിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രിയമുള്ളതൊക്കെയും ത്യജിച്ചു നിൽക്കുന്ന മരങ്ങൾ സഹനത്തിൻ്റെ പ്രതീകമാണ്. ക്ഷമയോടെയുള്ള ആ കാത്തുനിൽപ്പ് നമ്മളെയും പഠിപ്പിക്കുന്നത് എന്തിനേയും തരണം ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള മനസ്സ് നേടിയെടുക്കാനാണ്. കാത്തിരിക്കാനുള്ള ക്ഷമാശീലമാണ്. എല്ലാ പ്രതിസന്ധികളെയും സഹിച്ച് മറികടന്ന് നമ്മൾ നിൽക്കുമ്പോൾ പുതിയ തളിർപ്പുകൾ, പുതിയ മുകുളങ്ങൾ നമ്മളിലും ഉണ്ടാകും. ഡിസംബർ പ്രകൃതിയിൽ വർണ്ണങ്ങൾ കുറയുന്ന സമയമാണ്. എവിടെ നോക്കിയാലും മഞ്ഞു പൂവിട്ട് കിടക്കുന്നത് കാണാം. ആ മനോഹരമായ കാഴ്ചയിൽ നമ്മൾ നിറഞ്ഞു കുളിരും. വെളുത്ത് നിർമ്മലമാകുന്ന മണ്ണും മരങ്ങളും. പക്ഷേ ഇലകളൊക്കെ കൊഴിയുമെങ്കിലും ഈ മഞ്ഞിൽ പൂവിടുന്ന പല മരങ്ങളുമുണ്ട്. ഓരോ ഋതുവിനും അതിൻ്റെതായ മഹത്വമുണ്ട്. പൊതുവെ പ്രകൃതി നിശബ്ദമാകുന്ന സമയമാണ് ഈ മഞ്ഞുകാലം.
ഇവിടെ ഇപ്പോൾ ഉച്ചയാകുമ്പോഴേ രാത്രിയാകുന്ന പ്രതിഭാസമാണ് അല്ലേ? രാത്രി പകലിനെ വല്ലാതെ അപഹരിച്ചു കഴിഞ്ഞു. മഴയും കൂടി ആയാൽ പിന്നെ പറയുകയേ വേണ്ട. നേരം പുലരുന്നതും ഇരുട്ടുന്നതും അറിയത്തേയില്ല. ഡിസംബറിലെ നക്ഷത്ര വിളക്കുകൾ നമുക്കായി തെളിഞ്ഞു കത്തുമ്പോഴും ഈ കാലാവസ്ഥ മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കാറുണ്ട്. മടിയും അലസതയും ഏകാന്തതയുമൊക്കെ പിടികൂടാറുണ്ട്. ഇത്ര സുഖമായി മൂടിപ്പൊതിച്ചുറങ്ങാൻ പറ്റിയ കാലാവസ്ഥ വേറെ ഉണ്ടാകില്ല. കിടക്ക വിട്ട് പുതപ്പിനുള്ളിലെ ചൂടിനെ വലിച്ചു മാറ്റി എഴുന്നേൽക്കാൻ എന്തൊരു മടിയാണ് അല്ലേ? പക്ഷേ രാവിലെ ജോലിക്ക് പോകേണ്ടവർക്ക് ആ സുഖം കുടഞ്ഞെറിഞ്ഞ് എഴുന്നേറ്റേ മതിയാകൂ. നേരം എത്ര പുലർന്നാലും പുകമൂടി പുറത്തെ കാഴ്ചകളെ മറച്ച് ജാലകച്ചിലിൽ ഈർപ്പവും മടികാട്ടി നിൽപ്പുണ്ടാകും. അനുവാദമില്ലാതെ തണുപ്പിങ്ങനെ ഉള്ളിലേക്ക് മത്സരിച്ച് കടന്നുകൂടും. സമയം തെറ്റി തണൽമരങ്ങളിലും വഴിവിളക്കുകളിലും കൂടുകൂട്ടി ഇരുട്ടും വിട്ടുപോകാതെ അലസത കാണിച്ചു നിൽക്കും. ശിശിരം എത്തുന്നതിന് മുന്നേ തന്നെ സുഖമുള്ള കുളിർക്കാറ്റ് നിരന്തരം വന്ന് നമ്മുടെ ആത്മാവിനെ ആഴത്തിൽ തണുപ്പിച്ച് ചുറ്റിക്കറങ്ങിപ്പോകും. നല്ലൊരു സുഖമാണ് ആ കാറ്റിന്. മഞ്ഞ നദിയിൽ കൈവിരൽ മുട്ടിച്ച പോലെയൊരു കുളിര്. പച്ചിലത്തുമ്പിൽ നിന്നും നിറം മഞ്ഞയും ചുവപ്പുമായി മാറി മാറി തുടങ്ങുമ്പോൾ, കിളികളൊക്കെ കൂട്ടത്തോടെ തിടുക്കത്തിൽ പഴം ശേഖരിച്ചു തുടങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ശൈത്യം അതിൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ടെന്ന്. പ്രകൃതിയിലെ മാറ്റം ഏറ്റവും ആദ്യം അറിയുന്നത് പക്ഷികളാണ്. പ്രകൃതി തരുന്ന മുന്നറിയിപ്പ് അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ അത് തിരിച്ചറിയാൻ വൈകുന്നു എന്ന് മാത്രം. ശൈത്യം തുടങ്ങുന്നതിന് വളരെ മുന്നേ തന്നെ എല്ലാ ജീവികളും അവർക്ക് വേണ്ടുന്ന ആഹാരം ശേഖരിച്ചു വയ്ക്കും. ഒരു മഞ്ഞുകാല സംരക്ഷണം. എല്ലാ ജീവികളും ഓരോ കാലാവസ്ഥയും അതിജീവിക്കാൻ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. ചില പക്ഷികളൊക്കെ മഞ്ഞുകാലത്ത് കൂട്ടത്തോടെ പലായനം ചെയ്യും. ഈ സമയത്താണ് നമ്മുടെ നാട്ടിൽ ദേശാടന പക്ഷികൾ എത്തുന്നത്. മഞ്ഞുകാലം കഴിയുമ്പോൾ അവ സ്വന്തം ദേശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ശൈത്യകാലത്ത് പല ജീവികളും സ്വന്തം വീട് ഉപേക്ഷിച്ച് സുരക്ഷിതമായി പുതിയ വീടുകൾ തേടും. ചിലരൊക്കെ അധിക ഭക്ഷണം കഴിച്ച് ശരീരത്തിൽ കൊഴുപ്പായി സംഭരിച്ച് ശൈത്യകാല ഉറക്കത്തിന് തയ്യാറാകും. ചില ജീവികൾ ഗാഠനിദ്രയിലേക്ക് പോകും. വസന്തകാലം വരെ അവർ ഉണരുകയില്ല. അധികം ജീവികളും ഈ ശൈത്യകാലത്ത് അധിക ഭക്ഷണം കഴിക്കാതെ അതിജീവിക്കാൻ ഊർജം സംരക്ഷിച്ച് വിശ്രമാവസ്ഥയിലായിരിക്കും. ജോലിയൊന്നും ചെയ്യാതെ സദാസമയം ഒരു മയക്കത്തിലായിരിക്കും അവരൊക്കെ. അതുകൊണ്ടാണ് മഞ്ഞുകാലം തുടങ്ങിയാൽ എവിടെയും ഒരു ചിറകടി പോലും കേൾക്കാത്തത്, കിളിക്കൊഞ്ചലും കുറുകലും കേൾക്കാത്തത്. ചിലപ്പോഴൊക്കെ രാവുടെ നീളം പ്രകൃതിയെ മറയ്ക്കുന്ന രീതിയിൽ മഞ്ഞു പെയ്യും. വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ തൂവള്ളപ്പൂവുകൾ പോലെ മൃദുലമായി മഞ്ഞു പെയ്യുന്നത് കാണുമ്പോൾ പണ്ടെപ്പോഴോ കൊതിയോടെ കണ്ടൊരു മഞ്ഞുകാലം മനസ്സിൽ പെയ്യുന്നുണ്ടാകും. ഓർമ്മകളിൽ മഞ്ഞുപാതകൾ തെളിയും. മറഞ്ഞിരിക്കുന്ന നക്ഷത്ര വെളിച്ചത്തിനായി കണ്ണുകൾ തേടും. ആകാശവും ഭൂമിയും ഒരുപോലെ തോന്നും. എവിടെയും വെണ്മയുടെ നൈർമല്യം. മഞ്ഞിന്റെ മറനീക്കി സൂര്യകിരണങ്ങൾ വല്ലപ്പോഴും ഭൂമിയെ തൊടും. സൂര്യതാപത്തെ മഞ്ഞാകെ വലിച്ചെടുത്തിട്ടുണ്ടാകും. പൊൻവെളിച്ചം ഏൽക്കുമ്പോൾ കുഞ്ഞുപൂവുകളും പുൽനാമ്പുകളും ഒന്ന് ഇളകി ഉണരും. കിളികൾ പറന്നുപോയ മരപ്പൊത്തിലേക്ക് കോടമഞ്ഞ് ചേക്കേറിയിട്ടുണ്ടാകും. കുന്നിൻ ചരിവ് വിട്ട് മഞ്ഞിൻകൂട്ടങ്ങൾ ആകാശത്തേക്ക് പറക്കും. സൂര്യനെ പേടിച്ച് അകിലേക്ക് പാറി നടക്കും. ഡിസംബർ നമുക്ക് തരുന്ന സന്തോഷങ്ങൾ എത്ര അതിരില്ലാത്തതാണ്. പലപ്പോഴും വഴിവിളക്കുകൾ മാത്രം കാവൽ നിൽക്കുന്ന വഴിയോരങ്ങളിൽ മുന്നോട്ടുള്ള എല്ലാ കാഴ്ചയും മറിച്ച് മൂടൽമഞ്ഞ് നമ്മുടെ കണ്ണുപൊത്തി കളിക്കാറുണ്ട്. പലരും അവധിക്കാലം ആഘോഷിക്കാൻ മഞ്ഞ് പെയ്യുന്ന നാട്ടിലേക്ക് പോകാറുണ്ട്. മഞ്ഞിനെ പ്രണയിക്കുന്നവർ. മറക്കാൻ കഴിയാത്ത എത്രയെത്ര മഞ്ഞുകാലങ്ങളാകും പലർക്കുമുള്ളത്. ഓർമ്മയിലെ തണുക്കുന്ന മഞ്ഞുകാല യാത്രകൾ, സിരകളിലേക്ക് പടർന്നു കയറുന്ന മഞ്ഞോർമ്മകൾ. ഓർമ്മകളിൽ എവിടെയോ മഞ്ഞു പൂക്കുമ്പോൾ, മനസ്സ് മെല്ലെ മെല്ലെ ഒരു മഞ്ഞുകാലത്തിലേക്ക് നടന്നു പോകുമ്പോൾ, ഇടനെഞ്ചിലെവിടെയോ ഒരു മഞ്ഞുകാറ്റ് വീശിയടിക്കുന്നില്ലേ? ഒരു മഞ്ഞുപാടം സ്വപ്നം കാണാത്തവർ ആരും ഉണ്ടാകില്ല. മഞ്ഞിന്റെ തണുപ്പറിയാൻ, മഞ്ഞുമഴ നനയാൻ, മഞ്ഞിനെ വാരിപ്പുണരാൻ കൊതിക്കാത്തവർ. മഞ്ഞു പെയ്തു തുടങ്ങിയാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് വഴിമറയും. മരങ്ങളിൽ മഞ്ഞുമൂടി എല്ലാം ഒരുപോലെ തോന്നും. ഒരു മഞ്ഞു തടവറയിൽ അകപ്പെട്ട പോലെ നമ്മളും പ്രകൃതിയും പകയ്ക്കും. താരകം തെളിയാത്ത ആകാശം നിസ്സഹായതയോടെ നോക്കി നിൽക്കും. മഞ്ഞ് സുഖമുള്ളതും അതുപോലെ കഠിനവുമാണ്. ശീതക്കാറ്റിൽ ഗ്രാമവും പട്ടണവും ഒരുപോലെ വിറയ്ക്കും. പ്രകൃതി മുഴുവൻ വെള്ളയിൽ മൂടും. നമ്മളും അപ്പോൾ വീടിൻ്റെ ചൂടിൽ പുതപ്പിനുള്ളിലേക്ക് ഒരു പശുക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടും. നെഞ്ചിലെ ചൂടിലേക്ക് ഒരു തൂമഞ്ഞ് പെയ്തിറങ്ങും. കനവുകൾ ഒരു മഞ്ഞക്കാലത്തെ അടയാളപ്പെടുത്തും.
ശൈത്യകാല പൂവുകൾ ആകാശത്തിലേക്ക് മിഴുനീട്ടി നിൽക്കും. പൂമ്പാറ്റകൾ ഒരു പൂക്കാലം സ്വപ്നം കണ്ട് ഓർമ്മയിലെ മധുനുകർന്ന് ഉള്ളറകളിൽ നിദ്രയിലാകും. ജലമുറഞ്ഞുപോയ ഓരോ തടാകത്തിലെയും മത്സ്യങ്ങൾ സൂര്യന്റെ ചൂട് നിറഞ്ഞ വിരൽത്തുമ്പിനായി ആഴങ്ങളിൽ കാത്തിരിക്കും. ഓരോ മഞ്ഞുകാലവും ഒരു വസന്തകാലത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ഡിസംബർ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാ പുതിയതിൻ്റെയും തുടക്കമാണ്. അകലെ ഒരു നക്ഷത്രം തെളിയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നു. ഓരോ കാത്തിരിപ്പും സുഖമുള്ളതാകട്ടെ. പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടേയിരുന്നോളൂ. ഇത് റേഡിയോ ലൈൻ, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.